ബസ്സിലൊരു ജീവനക്കാരന് വേണ്ടിയിട്ടാണ് കാരണം ഭാര്യയ്ക്കും വിഷയമുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ ശമ്പളം കൊണ്ടാണ് അവർ വീട് മൊത്തം കഴിഞ്ഞിരുന്നത്. വീട്ടിലുള്ളവരും രോഗബാധിതരാണ്. ടിക്കറ്റിന് പകരം നമ്മൾ ഈ ബക്കറ്റ് കാണിക്കും. അറിയാം, പ്രൈവറ്റ് ബസ്സിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ വാർത്തയായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ കുറേ ആൾക്കാരൊക്കെ നമ്മളെ കൂടെയുണ്ട്. ജിനീഷ് എന്ന വ്യക്തി ഇവിടെ 44 വയസ്സുണ്ട്. അദ്ദേഹം ക്യാൻസർ ബാധിതനാണ്. അവർക്ക് വേണ്ടി നല്ലൊരു കാര്യം നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാർ ചെയ്യുകയാണ്. എൻ്റെ ആൾക്കാരൊക്കെ ഈ ഹാം റോഡ് ബസ്സിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും അനുകരണീയമായൊരു സാധനമാണ്. നമ്മളത് ഓടി ഇവിടെ കടയ്ക്കൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ആൾക്കാരൊക്കെ നമ്മളോട് ഉണ്ട്. നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു ലൈനിൽ ഒരു കൊട്ടാരക്കര ഭരണകാവ് ലൈനിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്റ്റാഫായിരുന്നു. എന്താണ് അവസ്ഥ പുള്ളിക്കാരൻ കീമൊക്കെ തുടങ്ങി ചികിത്സയിലിരിക്കും. ഇപ്പം 3 മാസത്തോളം കീമൊക്കെ ചെയ്ത് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ വീട്ടിലുള്ളവർക്കും ഈ പുള്ളിക്കാരൻ്റെ ശമ്പളം കൊണ്ടാണ് അവർ വീട് മൊത്തം കഴിഞ്ഞിരുന്നത്. വീട്ടിലുള്ളവരും രോഗബാധിതരാണ്. ഇപ്പം കീമോ ചികിത്സയിലിരിക്കുകയാണ്. 3 മാസം കൊണ്ട് ചികിത്സയിലാണ്. എൻ്റെ കീമോയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പുള്ളിക്കാരന് മറ്റേ പൈപ്പ് വഴിയൊക്കെയാണ് വെള്ളം കുടിക്ക് തൊണ്ടയ്ക്കാണ് ക്യാൻസർ. അന്നേരം വെള്ളം മറ്റേ ഓസിലൂടെയൊക്കെയാണ്. ഇതിനകത്ത് ഇപ്പം ഇവർ ഒരുപാട് കാരുണ്യയാത്ര നടത്തുന്ന ടീമാണ് ഈ ഹംറിൻ്റെ ഉടമകൾ. അപ്പം അവർ 2 ബസ്സാണ് നമുക്കിവിടെ ഉള്ളത്, ഇവർക്കുള്ള. അപ്പം ഞാനിവിടുത്തെ യൂണിയൻ്റെ ഭാരവാഹിയാണ്, CI2-ൻ്റെ. അപ്പോൾ ഈ നിരവധി കാരുണ്യയാത്ര നടത്തി ഒരുപാട് കുടുംബങ്ങൾ ഈ പറഞ്ഞ അസുഖങ്ങളിൽ സംരക്ഷിക്കാനായിട്ട് കാരുണ്യയാത്ര നടത്തിയിട്ടുണ്ട്. ഒരുപാടെണ്ണം എണ്ണി പറയാൻ പറ്റത്തില്ല, ആ വിധത്തിൽ നടത്തിയിട്ടുണ്ട്. ഏത് കാര്യം വന്നാലും സഹകരിക്കാരനും ഭാര്യയ്ക്കും വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം കൂടെ പെട്ടെന്ന് തീരുമാനിച്ച് നടപ്പാക്കിയതാണ്. എന്തായാലും ചേട്ടാ, നിങ്ങളെ ചെയ്യുന്ന വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ എന്താ പറയുക, ഒരു നിങ്ങളെ കൂടെ ഇവിടെ ഏറ്റവും അടുത്ത 10-15 വർഷം കൊണ്ട് നമ്മളെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. അറിയാം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അറിയാം. ഒരു സഹപ്രവർത്തനം വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യാം. എന്താണ് ഇന്ന് ചേട്ടാ, ഇപ്പൊ എന്താണ് ഇന്ന് സൗജന്യ യാത്രയാണ്. ആ കിട്ടുന്ന കാശ് മൊത്തം കൊടുക്കില്ല. സൗജന്യമല്ല, ടിക്കറ്റിന് പകരം നമ്മൾ ബക്കറ്റ് കാണിക്കുന്നു. ടിക്കറ്റിന് പകരം നമ്മൾ ഈ ബക്കറ്റ് കാണിക്കും. അപ്പൊ അതിനകത്ത് ആളുകൾ അവരുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടക്ടർ പറഞ്ഞ് മനസ്സിലാക്കും. ഇതിനകത്ത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരിലുള്ള ഇപ്പം 50 ഇടണവരുണ്ട്, 100 ഇടണമുണ്ട്, 500 ഇടണമുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ മൊത്തം ഇതിനു വേണ്ടി കൊടുക്കും. പിന്നെ ഈ ബസ് സ്റ്റാൻഡിനകത്തുള്ള മറ്റ് ബസ്സിലെ ജീവനക്കാർ, കടകൾ, ഇവിടെ യാത്രക്കാർ എല്ലാവരും ഇതിനകത്ത് സഹകരിക്കുന്നുണ്ട്. ഒരുപാട് സങ്കടവും സന്തോഷവും ഒക്കെ തരുന്നൊരു നിമിഷമാണ്. കാരണം വെച്ചാൽ ഹാമിന് എന്നുള്ള ബസ് അവർക്ക് വേണ്ടിയിട്ടൊക്കെ എത്രയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സങ്കടം അദ്ദേഹത്തിൻ്റെ അസുഖമാണ്. എന്തായാലും നമ്മളെല്ലാം അവരുടെ കൂടെയുണ്ട്, നമ്മളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യത്തിനും കൂടെയുണ്ട്. ഒരു യാത്ര
അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. എങ്ങനെയെങ്കിലും ഒക്കെ ആൾ രക്ഷപ്പെടാത്തെ. ഡിസ്പ്ലേസിന് വേണ്ടി ക്യാമറ